ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളെ വീടുകളിലൊക്കെ അധിക വീടുകളിലും ഒരു റീവർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അതായത് ഈ പല വീടുകളിലും കിച്ചൺ അകത്തുണ്ടെങ്കിൽ പോലും പുറത്ത് നമ്മൾ കിച്ചൺ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൽ നമുക്ക് എന്തായാലും ഒരു കിച്ചൻ്റെ സ്ലേവും അടുപ്പിനായിട്ട് നമ്മളൊരു സ്ലേവ് ഉണ്ടാക്കലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റാക്കും അധിക വീടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഈ കിച്ചണിലെ അടുപ്പിൻ്റെ റാക്കും അതിൻ്റെ സ്ലേവ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും, നമ്മൾ ഈ വീട്ടിൽ പുറത്തുണ്ടായിന് ഒരു വിറക് വെക്കണ, നമ്മൾ വെറുമ്പരാന്നൊക്കെ പറയും, വിറക് വെച്ചിരുന്ന ഒരു സ്ഥലം. ഇത് ക്ലീനാക്കി കണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി വല്ല അടുപ്പുണ്ടാക്കി കൂട്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പുറത്ത് പാചകം ചെയ്യാനൊക്കെ അടുപ്പ് ഇവിടെ പുറത്തേന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഈ വിറക് വര ഒഴിവാക്കി കണ്ട് ഇതൊന്ന് ക്ലീനാക്കിയിട്ട് ഇവിടെ ഒരു കിച്ചന് ഒരു സ്ലേവ് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഈ വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ അടുപ്പ് ആദ്യം തന്നെ ഒരു അടുപ്പ് ഇവിടെ നിലത്ത് ഇരുന്ന് കൊണ്ട് ഉപയോഗിച്ചൊരു അടുപ്പ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇവിടെ ഈ വീട്ടിലെ ക്ലയൻറ്റിൻ്റെ ഐഡിയ പ്രകാരം പ്ലാനിങ് അനുസരിച്ച് നമ്മൾ ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂല വരെയാണ് ഇതിൻ്റെ അടുപ്പും സ്ലേവും റാക്കും ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു മൂലയിൽ 90 വീതിയും അതേമാതിരി 1.20 ഉള്ളിൽ കിട്ടുന്ന കോലത്തിൽ ഒരു അടുപ്പിനുള്ള സ്ലേവും അതേമാതിരി അതിനോട് ചേർത്ത് കണ്ട് ഒരു 55 സെൻറ്റി വീതിയിൽ ഒരു 2.30 നീളം വരുന്ന ഒരു റാക്കാണ് ഞങ്ങളിന്നിവിടെ ചെയ്യുന്നത്. ഈ നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടാണ്, ചില വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഫ്ലോറിങ്ങിലൊക്കെ മാർബിളും ഗ്രാനൈറ്റൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ഈ ഗ്യാസിൻ്റെ കുറ്റി ഇങ്ങനത്തെ റാക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് മാർബിൾ കൊണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റാക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 70 സെൻറ്റി ഫ്ലോറിങ്ങിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കോലത്തിൽ, അതായത് നമ്മുടെ ഫ്ലോറിങ് വന്നു കഴിഞ്ഞാൽ ഈ റാക്കിൻ്റെ അടിയിലേക്ക് ഒരു 70 സെൻറ്റി കിട്ടുന്ന ഗ്യാപ്പ് ഈ റാക്കിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാലേ ഗ്യാസ് കുറ്റി ഇതിനുള്ളിലേക്ക് കയറുള്ളൂ. അത് മാത്രം ഇങ്ങനത്തെ ഈ റാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിൻ്റെ സ്ലേവിൻ്റെ ഒരു കെട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 90 ചുമരിൽ നിന്ന് 90 സെൻറ്റിയിലുള്ളൊരു കെട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ അടിയിലുള്ള കോൺക്രീറ്റ് പഴയ ഒരു കോൺക്രീറ്റാണ്, ദ്രവിച്ച പോയ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു മെഷീൻ കല്ലിൻ്റെ പകുതി, അതായത് 4 ഇഞ്ചോളം ഈ മണ്ണെടുത്തിട്ട് അതിലേക്ക് പാതകമായിട്ട് ഒരു 4 ഇഞ്ച് കിട്ടുന്ന കോലത്തിൽ പകുതി താത്തിക്കാണ്ടാണ് നമ്മൾ ഇതിൻ്റെ ചുമര് പടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ അടുപ്പിൻ്റെ സ്ലേവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, പൊതുവേ നമ്മൾ ഒരു സെൻട്രിങ്ങിൽ ഒരു 2 വരിമെന്നൊക്കെയാണ് ഈ സ്ലേവ് കൊടുക്കാറുള്ളത്. പക്ഷേ ഞങ്ങൾ ഈ സൈറ്റിൽ കുറച്ച് ക്ലയൻറ്റിൻ്റെ ആവശ്യാർത്ഥം കുറച്ച് നീളം കൂടിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2.5 വരി ഡിസ്റ്റൻസ് ഫ്ലോറിങ്ങിൽ നിന്ന് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്ക് ഇതെങ്ങനെ സ്ലേവ് ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ സിമ്പിളായിട്ട് കാണാൻ കഴിയും. ഈ ആദ്യം നമ്മൾ ഈ ചുമര് ഇത്ര 2 വരിയാണെങ്കിൽ 2 വരി, ഇവിടെ 2.5 വരി കൊടുത്തിട്ടുണ്ട്. ഈ 2.5 വരി ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു കോലും ഒരു സ്പിറ്റ് ലെവലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ചുമരിലൊരു എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് കറക്റ്റായിട്ട് ഗ്രൈൻഡർ മെഷീൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, ആ തേപ്പ് ഇങ്ങോട്ട് പൊളിച്ചെടുത്തിക്കാണ് ഒരു ചാലാക്കിക്കാൻ ചെയ്തിട്ടുള്ളത്. അത് കോൺക്രീറ്റിൻ്റെ പൂർത്തത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ടെക്നിക്ക് എന്താ വെച്ചാൽ ഒരു ഫിറ്റ് ലെവൽ കയ്യിലുണ്ടായാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വീഡിയോ അത്രയും ക്ലിയറിലാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. കാരണം ഇങ്ങനത്തെ ചെറിയ വർക്കൊക്കെ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ ഈ സ്ലേവിനും വേണ്ടിയിട്ട് നമ്മളൊരു 4 കോൺക്രീറ്റ് ഷീറ്റ് വാടക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഈ റാക്കിൻ്റെ വർക്കിനും വേണ്ടിയിട്ട് ഇത് സാധാരണക്കാരനൊക്കെ ചെയ്യാൻ പറ്റിയ പണിയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം മുട്ടും പലമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് സിമ്പിളാണ്. ഇവിടെ കല്ലെന്നാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ 4 അടുപ്പിൻ്റെ ആ സ്ലേവിൻ്റെ ഉള്ളിലും അതേമാതിരി റാക്കിനൊക്കെ കല്ല് വെച്ചിട്ടാണ് കൗക്കോല് ഇവിടെ ഉണ്ടായതിന് സൈറ്റിൽ പഴയ ഉണ്ടായതിന് കൗക്കോല് ഉപയോഗിച്ചിട്ടാണ് ഇത് സെൻട്രിങ് വർക്ക് ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ അടുപ്പിൻ്റെ സ്ലേവ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ കല്ല് കുത്തനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് കെടുത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ 2 കൗക്കോലിൻ്റെ കഷ്ണം വെച്ചിട്ട് കറക്റ്റ് 2 ഷീറ്റ് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ സെൻറ്ററിങ് ആയി. പിന്നെ നമുക്ക് റാക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുമര്, അതായത് നമ്മൾ ചോക്കൊണ്ട് മാർക്ക് ചെയ്തതെന്ന് 1 ഇഞ്ച് കുറയ്ക്കുക, 1 ഇഞ്ച് കുറച്ച് കാണ്ട്, അതായത് സീറ്റിൻ്റെ കനം 1 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ 1 ഇഞ്ച് കുറച്ച് കാണ്ട് ഒരു പട്ടിക അടിച്ചിട്ട് ഈ ഒരു സൈഡിൽ ആ പട്ടികൻ്റെ കറക്റ്റ് ലെവൽ ചെയ്തുകൊണ്ട് കല്ലിന് ഒരു കൗക്കോല് മുകളിൽ വെച്ചിട്ട് സീറ്റ് കെടുത്തി വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. അത്രയും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ റാക്കിന് മൊത്തത്തിൽ ഒരു 2 മീറ്റർ 30 സെൻറ്റി വീതി ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം 2 ഷീറ്റ് എന്ന് പറഞ്ഞാൽ നീളത്തിൽ വെച്ചാൽ 2 മീറ്റർ ഉണ്ടാവുള്ളൂ. ബാക്കി 30 സെൻറ്റി സെൻറ്ററിൽ നമ്മൾ ഒരു പ്ലൈവുഡ് കനം കുറവാണെങ്കിലും പ്ലൈവുഡിൻ്റെ ഷീറ്റ് ചെറിയൊരു പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് അടുപ്പിൻ സ്ലേവിൻ്റെ കെട്ടിൽ നിന്ന് റാക്കിൻ്റെ ഹൈറ്റ് കറക്റ്റാക്കിയിട്ട് ഒരു ഓളോബിക്സ് തലക്കൽ ഒരു ഓളോബിക്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ വീഡിയോ കൂടെ കാണാൻ കഴിയും. ചില ആളുകൾ ഇതിന് പകരമായിട്ട് കറക്റ്റ് കോൺക്രീറ്റിന് തന്നെ ഒരു പലക സൈഡിൽ അടിച്ച് കണ്ട് തൂക്കി അടിക്കലാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതേമാതിരി ഒരു ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വെച്ചാൽ മതി. പിന്നെ ഈ സൈറ്റിൽ റാക്കിൽ സിങ്കിൻ്റെ ഗ്യാപ്പിൽ നമ്മളിവിടുത്തെ പഴയ മാർബിളിൻ്റെ ചെറിയ പീസുകളാണ് ഇതിൻ്റെ സിങ്കിനും വേണ്ടിയുള്ള ഗ്യാപ്പിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതേമാതിരി ഈ 8M കമ്പികൾ, അതായത് നമ്മൾ ഇതിൻ്റെ 8M കമ്പികളാണ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിന് ഉറപ്പിനും വേണ്ടിയിട്ട് ഡ്രില്ലുകൊണ്ട് ഒരു ചാലാക്കാൻ നല്ല ഉറപ്പുള്ള കല്ലായതുകൊണ്ട് നമ്മൾ ഓവർ ചാലാക്കിയിട്ടില്ല. അതിന് പകരം നമ്മൾ ഡ്രില്ല് കൊണ്ട് ഓരോ ഹോൾസ് കൊടുത്തിട്ട് കറക്റ്റ് ഹോൾസിലേക്ക് 8M കമ്പി കയറ്റിക്കാണ്. 2-3 സെൻറ്റിയോളം ഓരോ ഹോൾസിലും കമ്പി കയറ്റിയിട്ടുണ്ട്. കയറ്റിക്കാണ്ടാണ് ഇതിൻ്റെ കമ്പിൻ്റെ വർക്ക് ഫില്ലാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടുപ്പ് സ്ലേവ് 3 ഇഞ്ച് കനവും അതേമാതിരി റാക്ക് 2 ഇഞ്ച് കനവുമായിട്ടാണ് ഇതിൻ്റെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് സിമ്പിൾ വർക്കുകളാണ്, ആർക്കും ചെയ്യാം. ഇത് നമ്മൾ പണിക്കാരെ തിരഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇനിയും ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.